പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പുറത്തു പോകാൻ ഒരു അവസരം കിട്ടിയാൽ അതും നല്ലതെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളിരിക്കണത്. പക്ഷെ എല്ലാവരും പുറത്തു പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലേ? ഏത് കോഴ്സിനായാലും ഇന്ത്യ വിട്ട് പുറത്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ ഇനി പറയുന്ന ഒരു കാര്യം ചിന്തിച്ചിട്ടാണ് പുറത്തു പോകണം എന്ന് പറഞ്ഞ് നിങ്ങൾ വാശി പിടിക്കുന്നതെങ്കിൽ ആ ചിന്ത മാറ്റിവെക്കാൻ ഞാൻ ആവശ്യപ്പെടും. ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ചിലരുണ്ട് 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നേരെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോവും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിക്കും. അതായത് വീട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. 2 തരത്തിലാണ് ഈ ചിന്ത വരുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം നമ്മളെ ഫ്രീ ആയി പഠിപ്പിക്കും എന്ന ചിന്ത. അപ്പോൾ ഫ്രീ ആയി പഠിപ്പിക്കുന്ന രാജ്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഗൂഗിൾ ചെയ്തിട്ടുണ്ടോ? മിക്കവാറും കുട്ടികളത് ഗൂഗിൾ ചെയ്ത് തപ്പുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഫ്രീ ആയി ഞാൻ പഠിക്കും എന്ന് വിചാരിച്ചു നിൽക്കുന്നവർ. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് ആദ്യത്തെ വർഷം ട്യൂഷൻ ഫീ ഒക്കെ അടച്ച്, അതായത് പാരൻസിൻ്റെ സപ്പോർട്ടോടുകൂടി പോവും. പിന്നെ നിങ്ങൾ എൻ്റെ കാര്യം നോക്കുക വേണ്ട, കാരണം ഞാൻ അവിടെ ചെന്ന് പാർട്ട് ടൈം ജോലി എടുത്ത് ആ കിട്ടുന്ന പൈസ കൊണ്ട് പഠിച്ചോളും. അത് മാത്രമല്ല ഡോളേഴ്സ് ഞാൻ വീട്ടിലേക്ക് അയച്ചു തരികയും ചെയ്യും. ഈ ചിന്തയോടുകൂടി പോകാൻ നിൽക്കുന്നവർ, ഇവർ 2 പേരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ 10 പ്രാവശ്യം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാതെ ഇനി പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. ബിക്കോസ് ഇഫ് ദിസ് ഈസ് ദി ഓൺലി ഫാക്ടർ ദാറ്റ് ഈസ് പുള്ളിങ് യു ഫോർവേഡ്, ചിന്തിക്കണം നിങ്ങൾ. കാരണം നമുക്ക് ഒരു രാജ്യത്തിലും ആബ്സല്യൂട്ട്ലി ഫ്രീ ആയി പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നത് മനസ്സിലാക്കുക. നമുക്ക് ഫ്രീ ആയി കിട്ടുന്നത് എന്തായിരിക്കും? ട്യൂഷൻ ഫീ. പക്ഷെ നമുക്കവിടെ താമസിക്കണ്ടേ? നമുക്കവിടെ ഭക്ഷണം കഴിക്കണ്ടേ? നിത്യ ചിലവുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചിലവുകൾ ഉള്ള സ്ഥിതിക്ക് ഈ ആബ്സല്യൂട്ട്ലി ഫ്രീ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപൂർവങ്ങളിൽ അപൂർവമായ ചില സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പുകൾ നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈലൊക്കെ വളരെ ചെറിയ പ്രായം മുതൽ, അതായത് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ തന്നെ നന്നായി പ്രൊഫൈൽ ബിൽഡ് ചെയ്തവർക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷേ അതല്ലാതെ 12ാം ക്ലാസ്സിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ ഞാൻ പുറത്തേക്ക് പോവുകയാണ്, എനിക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഒരു രാജ്യം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചിന്തയിൽ ഓടിപ്പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫ്രീ കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത്, നിങ്ങൾ സത്യത്തിൽ പോകുന്നത് പഠിക്കാനാണോ ജോലി ചെയ്യാനാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പഠിക്കണ്ടേ? ഈ പഠിക്കുന്ന സമയത്തിന് ശേഷം പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ട് സമയം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അതിനുള്ള സമയം കിട്ടിയാൽ തന്നെ എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സും കട്ടടിച്ചിട്ട് നമ്മൾ ഏതോ ഒരു പണിക്ക് പോണു എന്നങ്ങോട്ട് വിചാരിക്കരുത്. എല്ലാ രാജ്യങ്ങളിലും സ്റ്റുഡൻസിന് വർക്ക് ചെയ്യുന്നതിന് കൃത്യമായ സമയപരിധികളുണ്ട്. ആ സമയമൊന്നും ഇല്ലാതെ എപ്പോൾ വേണോ ജോലിക്ക് പോവാം, ഡോളേഴ്സ് നമുക്ക് കയ്യിൽ കിട്ടും, അത് വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കരുത്. അത് അബദ്ധമായി പോവും. അപ്പോൾ ഇതെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെ എന്തെങ്കിലും അബദ്ധധാരണകളൊക്കെ കയ്യിൽ വച്ചിരിപ്പുണ്ട് എങ്കിൽ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? നിങ്ങൾ ഒരാളോടൊപ്പം ഇരുന്ന് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ നേരത്തെ കൂട്ടി ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ സ്ട്രീറ്റ്സ് അക്കാഡമിയിലോ അല്ലെങ്കിൽ കാംബ്രി അഡ്മിഷൻസിലോ ഒക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡ്യൂ പ്ലാനിങ് സർവീസസ് എടുത്താൽ മതി. അവരോടൊപ്പം ഒരു 1/2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് നിങ്ങൾ വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ, അതോ വെറുതെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടതാണോ? ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങളുടെ നാടിൻ്റെ ഇട്ടാവട്ടം വിട്ട് പുറത്തു പോകാത്ത ആൾക്കാരാണ് പലപ്പോഴും പറയാം, ഈ നമ്മുടെ നാട്ടിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ, പുറത്തു പോയാൽ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന്. അയാൾ ഇന്ന് വരെ കേരളം വിട്ട് പോലും പോയിട്ടില്ല. അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ സത്യമാണെന്ന് വിചാരിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ അബദ്ധം പറ്റുവേ, പണി പാളുവേ. ശ്രദ്ധിക്കണേ. ടേക്ക് കെയർ.